രുചിക്കൂട്ട്. രുചിക്കൂട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡ്. ബണ്ണ ബ്രെഡ് ഇതൊന്നും ഉണ്ടാക്കാൻ നമുക്കിപ്പോൾ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു സ്നാക്ക് അതാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, വേണമെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരു 2 കപ്പ് മൈദ അതെടുക്കുക. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് ബട്ടർ, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തണുത്ത ബട്ടർ, അത് പാകത്തിന് ഉപ്പും പിന്നെ മധുരത്തിന് കുറച്ചൊരു 2-2.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിന് നനയ്ക്കുന്നത് പോലെ ഈ ബട്ടർ അലിയുന്നത് വരെ ഒന്ന് തിരുമ്മിയെടുക്കുക. ഇനി ഇത് നമുക്ക് പാല് ചേർത്ത് കുഴച്ചെടുക്കാം. ഈ സമയം നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കാം. അതായത് ക്രാൻബെറി, ബ്ലൂബെറി, ഈന്തപ്പഴത്തിൻ്റെ ചെറിയ കഷ്ണങ്ങൾ, കിസ്മിസ്, ഇതൊക്കെ ഇഷ്ടമുള്ളത് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാല് ചേർത്ത് കുഴയ്ക്കുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ മുട്ടയും പാലും കൂടി ഒന്ന് അടിച്ചതിന് ശേഷം അത് ചേർത്ത് കുഴച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ പാല് മുട്ട ആദ്യം അടിച്ച് ഇത്തിരി മാറ്റി വെച്ചാൽ നമുക്കതൊന്ന് എഗ് വാഷിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ മുട്ട നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തൈര് ഉപയോഗിക്കാവുന്നതാണ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. കുഴയ്ക്കുമ്പോൾ വല്ലാതെ അങ്ങ് കുഴയ്ക്കേണ്ടതില്ല, ഒന്ന് പാകത്തിന് കുഴഞ്ഞെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്താൽ മതി. അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10-15 മിനിറ്റിൽ ഫ്രിഡ്ജിൽ വെക്കുകയും ആകാം. അപ്പോൾ അങ്ങനെ തണുപ്പിച്ചതിന് ശേഷം ഒരു 2 സെൻറ്റിമീറ്റർ കനത്തിൽ പരത്തിയെടുക്കുക. പരത്തി അതിനുശേഷം നമുക്ക് ത്രികോണാകൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഈ ഒരു സ്കോൺസ് ഉണ്ടാക്കുന്ന കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് റൗണ്ട് ഷേപ്പിൽ ഭംഗിയുള്ള ആകൃതിയിൽ നമുക്ക് ആ മാവിലേക്ക് അമർത്തി കഴിയുമ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് എടുക്കാം. ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പാലിന് പകരം നമുക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിലും ചേർക്കാം. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിന് പകരം അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിനോടൊപ്പം തന്നെ നമുക്ക് ചോക്കോ ചിപ്സും ചേർക്കാവുന്നതാണ്. ഇനിയും കുറച്ചും കൂടി ഒരു ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വാനില എക്സ്ട്രാക്റ്റ്, വാനില എസൻസും അതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ പലതരത്തിലുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. എന്തായാലും ഇത് വളരെ പെട്ടെന്ന് കുഴച്ചെടുക്കാവുന്ന കാര്യമാണ്. പ്രൂഫിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. പിന്നെ കുഴച്ച മാവിന് വല്ലാതെ ലൂസാവരുത്, വല്ലാതെ കട്ടിയും ആവരുത്. ആ ഒരു പാകത്തിലാണ് നമുക്കിങ്ങനെ പരത്തി എടുക്കേണ്ടത്. അതിനുശേഷം 220 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിട്ടിരിക്കുന്ന അവനിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് അത്രയും സമയം മാത്രം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. റൗണ്ട് ഷേപ്പിലുള്ളതാണെങ്കിൽ അതിനെ ഹാഫായിട്ട് മുറിച്ച് അതിനകത്ത് നമുക്ക് കുറച്ച് ജാമും അതുപോലെ തന്നെ മുകളിൽ ഇത്തിരി ബട്ടറും ഒക്കെ തേച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു കപ്പ് ചായയും വെച്ച് കഴിച്ചാൽ നല്ല രുചിയാണ്. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എഗ് വാഷ് അല്ലെങ്കിൽ മിൽക്ക് വാഷ് ഒക്കെ കൊടുക്കാവുന്നതുമാണ്. ഒരു വ്യത്യസ്തമായ വിഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രുചിക്കൂട്ട്. നിർവഹണം ലീന.